ചെറിയ കുട്ടികളിൽ നിന്ന് പോലും മോശം വാക്കുകൾ നമ്മൾ കേൾക്കാറില്ലേ? ഇത് കേൾക്കുന്ന നമ്മൾ കുറച്ച് അപ്സെറ്റ് ആവും. എന്താ ഇവിടെ സംഭവിക്കുന്നതെന്ന് അറിയാമോ? കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ ചീത്ത വാക്കുകളെ അവരൊരു ഇമോഷണൽ ലാംഗ്വേജ് ആയിട്ടാണ് കരുതുന്നത്. കാരണം ലാംഗ്വേജിന്റെ ഡെവലപ്മെന്റിൽ ഇവർ ചുറ്റും നോക്കുമ്പോൾ പല ഇമോഷൻസും എക്സ്പ്രസ് ചെയ്യേണ്ട സ്ഥലത്താണ് അവരുടെക്കാൾ മുമ്പിലുള്ള മറ്റ് ആളുകൾ ഈ ലാംഗ്വേജ് ഉപയോഗിക്കുന്നതായിട്ട് ഇവർ കാണും. രണ്ടാമത്തെ കാര്യം, ഇവർ കാണുന്ന എന്താ, മറ്റുള്ളവരുടെ റിയാക്ഷൻ, അറ്റൻഷൻ, ഇതൊക്കെ കിട്ടുന്നതിന്റെ ഒരു മീഡിയമായിട്ട് ചീത്ത വാക്കുകൾ വരും. കാരണം ഇത് കേൾക്കുമ്പോൾ ചിലർ ഷോക്ക് ആവുന്നു, ചിലർ ചിരിക്കുന്നു, ചിലർ എന്താ പറയുക, വളരെ കൂടുതൽ ദേഷ്യപ്പെടുന്നു. അപ്പോൾ ഇത്തരത്തിലുള്ള റെസ്പോൺസിവ്നെസ് കുറച്ചും കൂടെ ഈ ലാംഗ്വേജിനുണ്ട് എന്ന് കരുതുമ്പോൾ സ്വാഭാവികമായും ഇതൊരു എക്സ്പ്രഷന് താല്പര്യമുള്ള ഒരു കാര്യമായിട്ട് കുട്ടികൾ കരുതും. മൂന്നാമത്തെ കാര്യം പിയർ പ്രഷറാണ്. അവരുടെ പ്രായത്തിലുള്ള മറ്റു കുട്ടികളും ഇതൊക്കെ ഉപയോഗിക്കുമ്പോൾ നമ്മൾ ഇതൊക്കെ ഉപയോഗിക്കേണ്ടത് ഒരു ആവശ്യമാണല്ലോ, അല്ലെ അതിലെന്താണ് തെറ്റ് എന്ന് കുട്ടികൾ ഇതിനെ ജനറലൈസ് ചെയ്യും. നാലാമത്തെ കാര്യം, ഫാമിലിയിൽ അല്ലെങ്കിൽ അവർ സഹകരിക്കുന്ന മറ്റുള്ളവരും ഈ രീതിയിലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇവർ വിചാരിക്കും ദിസ് ഈസ് ക്വയറ്റ് നോർമൽ എന്ന്. ഇതൊന്നും പോരാണ്ട് കുട്ടികളൊന്ന് വളർന്നു എന്ന് തെളിയിക്കാൻ വേണ്ടിയിട്ടും ഇത്തരത്തിലുള്ള വാക്കുകൾ അവർ ഉപയോഗിക്കാറുണ്ട്. ഇത് തിരിച്ചറിയേണ്ടത് എവിടെയാണ് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, പേരൻസ് ഇത്തരത്തിൽ കുട്ടികൾ പറയുമ്പോൾ ആദ്യമേ ആലോചിക്കുക നമ്മളും ഇത്തരത്തിലുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നത് നിർത്തണം എന്നുള്ളത്. രണ്ടാമത്തെ കാര്യം, കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഇത്തരം വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ അത് ഇമോഷണൽ ഫ്രസ്ട്രേഷൻ കൊണ്ടൊക്കെ ഹൈ ലെവൽ ഓഫ് ഇമോഷൻസ് എക്സ്പ്രസ് ചെയ്യാനാണെങ്കിൽ അതിൻ്റെ കറക്റ്റ് വാക്കുകൾ ഉപയോഗിച്ച് ഈ ഇമോഷൻ എക്സ്പ്രസ് ചെയ്യാൻ നമ്മൾ പരിശീലിപ്പിക്കണം. കൂടാതെ അങ്ങനെ അവർ ചെയ്യുകയാണെങ്കിൽ അവരെ അപ്രീസിയേറ്റ് ചെയ്യാനും നമ്മളെ കൊണ്ട് സാധിക്കണം. ഇതിനെല്ലാം ഉപരി ഈ ചീത്ത വാക്കുകൾ ഉപയോഗിക്കുന്നത് അവരുടെ വ്യക്തിത്വത്തെ ഇല്ലാതെയാക്കുന്ന ഒരു ഘടകമാണെന്ന് കൃത്യമായി കമ്മ്യൂണിക്കേറ്റ് ചെയ്യാൻ പാരൻസിന് സാധിക്കും.